ഫ്രണ്ട്സ്, നമ്മളെ ഗൗരി ബേക്കേഴ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതൊരു ഒരു പെൻസിൽസിൻ്റെ നമ്മളെ ഡ്രോയിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷെയ്ഡിങ് പെൻസിൽസിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. ഇതാണ് ആ പെൻസിൽസ്. വെറും 50 രൂപയ്ക്ക് കിട്ടുന്ന ക്യാമലിൻ്റെ പെൻസിൽസാണ്. ഇത് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നു. ഇതിനകത്ത് 6 പെൻസിൽസാണുള്ളത്. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അൺബോക്സിങ് മാത്രമല്ല, നമ്മൾ റിവ്യൂയിങ് ചെയ്യുന്നുണ്ട്. ഈ റിവ്യൂയിങ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിക്കപ്പെടാതെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മടിച്ച് വയ്ക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിരിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ റിവ്യൂയിങ്ങിന് പോവുകയാണ്. റിവ്യൂയിങ് മാത്രമല്ല, അൺബോക്സിങ്ങിനാണ് ആദ്യം പോകുന്നത്. നമുക്ക് നമ്മൾ അൺബോക്സിങ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ പെൻസിൽസ് ഉണ്ടായി. HB, 2B, 3B, 4B, 5B, 6B, 8B, 9B, 10B, H, 2H, 4H, 6H ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് 6 ഇപ്പോൾ ഉള്ളൂ എന്നാണ് പിന്നെ പാക്കിൽ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് അൺബോക്സിങ്ങിന് പോകാം. ഇതാണ് പെൻസിൽസ്, ക്യാമലിൻ്റെ ഫൈൻ പെൻസിൽസ്. ഇതാണ് 8B കേട്ടോ, ഇതാണ് 8B. നമ്മൾ ഇതാണ് 9B അല്ല 10B ആണ് കേട്ടോ, സോറി, ക്ഷമിക്കണം, 10B ആണ്. ഇത് 10B ആണ് ഏറ്റവും നല്ല ഷാർപ്പ് പെൻസിൽസ്. പിന്നെ പൈസ കൂടുന്തോറും ഇതിൻ്റെ ക്വാളിറ്റിയും കൂടും. ഇതാണ് 4B. ഇതാണ് HP പെൻസിൽസ്. ഇതാണ് 6B പെൻസിൽ. ഏറ്റവും കൂടുതൽ ഡാർക്ക് പെൻസിൽ 10Bയും 8B അതിൻ്റെ കുറഞ്ഞൊരു പെൻസിലാണ്. ഇതാണ് 2B പെൻസിൽ. അങ്ങനെ ഇതിൻ്റെ 6 പെൻസിൽസാണുള്ളത്. പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇതിന് 10-14 ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റിവ്യൂയിങ് അല്ല, നമ്മൾ റിവ്യൂയിങ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അൺബോക്സിങ് കഴിഞ്ഞു. ഇനി ഒന്ന് ഷെയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡാർക്ക് ടൂണിലുള്ളതും പിന്നെ നമ്മൾ സൈഡ് എഡ്ജുള്ള ഷെയ്ഡിങ്ങും കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം, എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. പിന്നെ ഈ വീഡിയോയ്ക്ക് വല്ല സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമ്മളെ ചാനലൊന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഡാർക്ക് ടോൺസാണ് ഡാർക്ക് ടോൺസ്, പിന്നെ അടുത്ത എഡ്ജിൻ്റെ ഈ പെൻസിലിൻ്റെ എഡ്ജുള്ള ടോൺസ്. ഇതൊക്കെ ഞാൻ പഞ്ഞി വെച്ച് ബ്ലെൻഡ് കൂടെ ചെയ്യും. ഇത് മിസ് ചെയ്യരുത്. ഇത് നല്ല രസമാണ്. ഇത് ഫുൾ കാണണം ഇരുന്ന്. അപ്പോൾ നമുക്ക് ആദ്യം HB പെൻസിലിൻ്റെ നമുക്കൊന്ന് ഡാർക്ക് ടൂണിലൊന്ന് ചെയ്ത് നോക്കാം. ഡാർക്ക് ടൂണിൽ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആദ്യം ഇതിൻ്റെയൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടേ ഞാൻ അടുത്ത ബ്ലെൻഡിങ്ങിലോട്ട് പോവുള്ളൂ. എന്നിട്ട് അടുത്ത് 2B ആണ്. 2B അതിനെക്കുറിച്ചും കൂടെ ഡാർക്കറാണെന്ന് തോന്നുന്നു HBയേക്കാളും. ഇത് ഞാൻ ക്യാമലിൻ്റെ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മളെ ഈ ക്വാളിറ്റിയും കമ്പനിയും വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അപ്സരയൊക്കെ എടുക്കുമ്പോൾ വേറെ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവണം. ഇത് ക്വാളിറ്റി കമ്പനി മാറുമ്പോൾ നമുക്ക് ക്വാളിറ്റി മാറും. ഈ എനിക്ക് മുമ്പുണ്ടായിരുന്ന പെൻസിൽസിനൊക്കെ നല്ല ഡാർക്കായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. വില അനുസരിച്ചായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. അടുത്തത് 6B പെൻസിലാണ്. 6Bക്ക് നല്ല ഡാർക്കുണ്ട്. നല്ല ഡാർക്കുണ്ട്. ഇത് 4Bക്ക് പോലും അത്ര ഡാർക്കൊന്നുമില്ല. 8B ഇതാണ്. 8Bക്ക് നല്ല ഡാർക്കുണ്ട്. അടുത്ത 10B ആണ്.
10B നല്ല ഡാർക്കുണ്ട്. 10B ഏറ്റവും ഡാർക്ക്. അപ്പോൾ 4B നമ്മൾ ഒന്നും കൂടെ ഡാർക്കാക്കി നമ്മൾ ചെയ്ത് നോക്കണം. ഇത്രയും ഡാർക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ഡാർക്ക് ഉള്ളൂ. നമുക്ക് ഇനി ബ്ലെൻഡിങ് ചെയ്യാം. ബ്ലെൻഡിങ് ചെയ്യാനായി കുറച്ച് പഞ്ഞിയാണ് എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അടുത്തത് 2B. ഇതിങ്ങനെയാണ് 2Bയുടെ ഫലം. അടുത്ത 4B ആണ്. 4B എങ്ങനെയായിരിക്കുമെന്നറിയില്ല. 3 ഒരേ സൈസ് കളർ തന്നെയാണ്. പക്ഷെ അടുത്ത 6Bക്ക് നല്ല മാറ്റം വരും. നല്ല മാറ്റമുണ്ട്. നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതാണ് 10B. അപ്പോൾ നമ്മൾ ഏറ്റവും ഡാർക്കായിട്ട് തോന്നിയത് എനിക്ക് 10B ആണ്. ഏറ്റവും ലൈറ്റായിട്ട് തോന്നിയത് എനിക്ക് ഇതുവരെ ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. എനിക്ക് ഇതറിയില്ല. ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. HB ആണോ 2B ആണോ 4B ആണോ എന്ന് കമൻറ്റ് ചെയ്തിരിക്കണം. അടുത്ത എഡ്ജുള്ള ടൂൺസിൻ്റെ എഡ്ജാണ് ആദ്യം ഇനി എടുക്കുന്നത്. നമ്മൾ എഡ്ജാണ് അടുത്തത്. നമ്മൾ അടുത്ത 2B ആണ് എടുക്കുന്നത്. കുഴപ്പമില്ല. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എഡ്ജുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണേ. ഉറപ്പായിട്ട് ഫുള്ള് കാണണം. നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതാണ് 4Bൻ്റെ എഡ്ജസ്. അടുത്തത് നമ്മൾ 6B ആണ് എടുക്കുന്നത്. അവസാനം നമ്മൾ ബ്ലെൻഡിങ് ചെയ്യണതേ ഉള്ളൂ. 6Bയിൽ ഇങ്ങനെയാണ് എഡ്ജ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എടുക്കുന്നത് 8B ആണ്. 8Bക്ക് നല്ല ഡാർക്കൊക്കെ ഉണ്ട്, ഡാർക്ക് ടൂൺസ്. പക്ഷേ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഡാർക്കുള്ളത് 10B ആണ്. 10B എവിടെ? 10Bയും കാണാനില്ല. പക്ഷേ ഇത് തന്നെ. ഇതാണ് 10B. അപ്പോൾ ഇത് 8B ആണോ 10B ആണോ എന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. ഇത് ഏതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം എന്തായാലും. ഇത് ഞാൻ ഇനി ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഫുള്ളും കാണണം. ഈ HB ഒന്നുമില്ലാതെ ആയിപ്പോൾ ചെയ്തപ്പോൾ. എഡ്ജ് ടൂൺസ്. അടുത്ത 2B. എല്ലാം ഒരുപോലെ. നമുക്കിത് ലൈറ്റ് അറിയാതെ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ പാടുപെടുകയാണ് ഇപ്പോൾ. അതിനകത്ത് ഏതൊന്നും ലൈറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. എനിക്ക് കൺഫ്യൂഷനാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താലേ എനിക്ക് ഇത് അറിയാൻ പറ്റൂ ഏതാണ് ലൈറ്ററെന്ന്. അടുത്തത് 8B. 8B ഡാർക്കറായിട്ടുണ്ട്. 6B കുറച്ചും കൂടി ഡാർക്കുണ്ട്. അത് 8B നല്ല ഡാർക്കുണ്ട്. 10Bക്ക് അത്രയും ഡാർക്കില്ലെന്ന് തോന്നുന്നു. ഇത് 8B പോലെ തന്നെയാണ് 10B ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഈ എഡ്ജ് ടൂൺസിൻ്റെ ഡാർക്കർ ഏതെന്നൊന്നും പറഞ്ഞാൽ ഡാർക്ക് ആൻഡ് ലൈറ്ററും. ഡാർക്ക് ടൂൺസിൻ്റെത് ഡാർക്ക് 10B ആണ് നമ്മൾ കണ്ടു. പക്ഷേ ഇത് എനിക്കറിയില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണം പ്ലീസ്, എനിക്കറിയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയൊരു സപ്പോർട്ടാണ്. ഈ വീഡിയോ ഫുള്ള് കാണണം പ്ലീസ്. പിന്നെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തില്ലേ, ഒന്ന് അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരു പുതിയ യൂട്യൂബറാണ്. നമ്മൾ ചാനൽസിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ തീർച്ചയായും ആ വീഡിയോസൊക്കെ ഫുള്ളും കാണണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഇന്നല്ലെങ്കിൽ നാളെ കാണാൻ അറിയില്ല. ഇനി വീഡിയോ ഇടും ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ
അപ്പം നന്ദി നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ബായ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ കണ്ടുള്ള അപ്പോൾ നമുക്ക് ഇതാണ് താങ്ക് യു പറഞ്ഞ് നിർത്തിയെങ്കിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ബ്ലെൻഡിങ് ചെയ്തപ്പോഴുള്ള എഫക്ട്സ്. ഇത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. ഇതെൻ്റെ ആഗ്രഹമാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം പ്ലീസ്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. ഞാൻ എത്ര പ്രാവശ്യം പറയാണ്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം. ശരി, നന്ദി നമസ്കാരം.